പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ 10-ാം മാസത്തിൻ്റെ 28-ാമത്തെ പ്രഭാതത്തിൽ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 53-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, സിയോനിൽ നിന്നും ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സത്യസന്ധമായും പരമാർത്ഥമായും ദൈവത്തെ അന്വേഷിക്കുകയും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പലരുടെയും സാമ്പത്തിക സ്ഥിതിക്ക് ഭേദം വരുന്നില്ല എന്ന് പരിഭവിക്കുന്നവരും ഉണ്ട്. എന്നാൽ എല്ലാവരെയും പോറ്റുവാനും വഴി നടത്തുവാനും ദൈവം മതിയായവനും അങ്ങനെ ചെയ്യുന്നവനുമാണ് നമ്മുടെ ദൈവം. എല്ലാ വിശുദ്ധന്മാരും സാമ്പത്തികമായി ഉയരുകയും ഒന്നിനും കുറവില്ലാത്തവരായി തീരുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. ചില ഭക്തന്മാർ സാമ്പത്തികമായി ഉയർന്നെന്ന് വരാം, മറ്റുള്ളവരും അങ്ങനെ ഉയരണമെന്നില്ല. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകം ഉദ്ദേശങ്ങളുണ്ട്. ഒരുത്തിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക എന്നുള്ളത് ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നമുക്കത് ചോദ്യം ചെയ്യാൻ ആവുന്നതല്ല. ഓരോരുത്തരുടെയും പൂർവ്വകാല സ്ഥിതികൾക്ക് വ്യത്യാസമുണ്ട്. ചിലർ ആരംഭത്തിൽ സമ്പന്നരായിരുന്നവരും ഇപ്പോൾ ദരിദ്രരുമായിരിക്കും. ചിലപ്പോൾ മറിച്ചുള്ള അനുഭവമായിരിക്കും മറ്റു ചിലർക്ക് പറയുവാനുള്ളത്. ശോധനകൾ വരുന്നതിന് മുമ്പും യോബ് മഹാധനികനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശോധനയിലും പിശാചിൻ്റെ പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ടു പോകാതിരുന്നതിനാൽ പരീക്ഷയ്ക്ക് ശേഷം മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സമ്പത്ത് കൊടുത്ത് ദൈവം തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യേശു ഉള്ളിൽ ആയിരിക്കുന്നതാണ് ഒരുവൻ്റെ സ്ഥിതിക്ക് മെച്ചപ്പെടുവാൻ കാരണമാകുന്നത്. അതുപോലെ ദുരാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ്റെ സ്ഥിതി വളരെ വഷളായിത്തീരും. ഒരു ദുരാത്മാവ് മാത്രം ഉള്ളിൽ വസിച്ചിരുന്ന ശൗൽ രാജാവിൻ്റെ സ്ഥിതി എത്ര ദയനീയമായിരുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. പൂർവ സ്ഥിതികളിൽ നിന്നും ഭേദം വരികയും ചെയ്തവർ ലോകം ഇമ്പങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു ആ വ്യക്തിയെ വിട്ടു പോവുകയും അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി തീരുകയും ചെയ്യും. പരിതാപകരമായി തീർന്ന ആ പൂർവ്വസ്ഥിതിയിൽ നിന്നും വലിയ മാറ്റങ്ങൾ ദൈവം നമുക്കായി ഒരുക്കി തന്നപ്പോൾ നാം ഇനി അനുസരണക്കേടും നന്ദികേടും കാണിച്ച് ദൈവത്തിങ്കിൽ നിന്നും അകലുകയോ വിട്ടുപോവുകയോ ചെയ്യാതെ ദൈവസന്നിധി നന്ദിയുള്ളവരായി ജീവിക്കണം. ചിട്ടയായി വളരുന്ന തലമുറകൾ ആയിരിക്കണം നാം. വർദ്ധിച്ചു വരുന്ന സഭയും സഭാജനങ്ങളുമായിരിക്കണം നാം. പ്രമാണം ലംഘിക്കാതെയും കലകമുണ്ടാക്കാതെയും ഇരിക്കുകയും ചെയ്യുന്ന സഭയും സഭാജനങ്ങളുമായിരിക്കണം നാം. ദേശത്ത് അതിക്രമം നിമിത്തമുള്ള നിലവിളി ഉയരാതിരിക്കണം നാം നിമിത്തം. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നാം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും വേണം. അതേ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ സ്ഥിതി ദൈവം മാറ്റും. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നാളുകളായി സ്ഥിതിക്ക് ഭേദം വരാതെ ഭാരപ്പെടുന്ന ദൈവ പൈതലേ, വരും മാസങ്ങളിൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്ന നാളുകളായിരിക്കും, മാസങ്ങളായിരിക്കും. ദൈവസന്നിധിയിൽ നിശ്ചയമായി പ്രാർത്ഥനയും കണ്ണുനീരും ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുവാനിടയായി. ആമേൻ. ഏറിയ വർഷങ്ങളായി ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നേർച്ചകൾ നേർന്നിട്ടും ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും അവൻ ജീവിതത്തിൽ ഭേദം വരാതെ, ജീവിതത്തിൽ ഒരു ഉയർച്ച വരാതെ, സാമ്പത്തിക വിശാലതകൾ വരാതെ ഭാരപ്പെടുന്ന ദൈവപൈതലേ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്ന നാളുകൾ സമീപമായി. ഈ പ്രഭാതം വിശ്വാസത്തോടുകൂടെ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ?
കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സിയോനിൽ നിന്നും ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നത് പോലെ, ഇസ്രായേൽ ആനന്ദിക്കുന്നത് പോലെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ദൈവക്കുഞ്ഞുങ്ങളും സന്തോഷിപ്പാനും ആനന്ദിപ്പാനും സ്വർഗം ഈ നാളുകളിൽ ഒരുക്കുന്ന ദിനങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പുത്തൻ വാതിലുകളെ തുറക്കണം, വിശാലതകൾ ഒരുക്കണം. ശുശ്രൂഷയുടെ കർത്താവേ സ്തോത്രം, വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കണം, മാനസിക നിരാശകളിൽ നിന്ന് വിടുവിക്കണം, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ നിന്ന് കർത്താവേ, ശൂന്യതയുടെ അനുഭവങ്ങളിൽ നിന്നും സകലത്തിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.